നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത് അല്ലേ. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്? ഡിക്ലറേഷൻ, അതുപോലെ ഇൻപുട്ട്, ഔട്ട്പുട്ട് അല്ലേ, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നും വാരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്താണെന്ന് പഠിച്ചില്ലേ, ഈക്വൽ ടു, അതിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഏത് സ്റ്റേറ്റ്മെൻറ്റിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ആ സ്റ്റേറ്റ്മെൻറ്റുകളെയൊക്കെ നമ്മൾ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് പറയാം. അപ്പോൾ എന്താ, ഒരു വാരിയബിൾ ഉണ്ടാവും ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ വാരിയബിളോ അല്ലെങ്കിൽ വാല്യൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അതിൻ്റെ സിൻടാക്സ് പറയാം. ഇവിടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 15, സി ഈക്വൽ ടു എ പ്ലസ് ബി, ഡി ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ടി, അതുപോലെ ബി ഈക്വൽ ടു 5.8, സി ഈക്വൽ ടു എ ഇൻറ്റു ബി, ആർ ഈക്വൽ ടു SQRT ഓഫ് 25 അല്ലേ. ഇതൊക്കെ എന്താണ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റുകളിലൊക്കെ എന്തുണ്ട്, ഈക്വൽ ടു ഓപ്പറേറ്റർ ഉണ്ട്, അതായത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ഇപ്പോൾ ഇൻപുട്ട് ഓപ്പറേറ്റർ അല്ലേ, ഇൻപുട്ട് ഓപ്പറേറ്ററുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്റർ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ എഴുതുന്നതിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയാം. അപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. ഇറ്റ് മീൻസ് ദാറ്റ് allows the user to store data in the memory during the execution of the program. അതായത് ഒരു യൂസറിന് ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂവിനെ അസൈൻ ചെയ്യാൻ പറ്റും അല്ലേ. എങ്ങനെ, നമുക്ക് വെറുതെ എ ഈക്വൽ ടു 5 എ ഈക്വൽ ടു 10 ഇങ്ങനെയൊക്കെ എഴുതിയാൽ മതി, ഈക്വൽ ടു പറഞ്ഞിട്ട്. അപ്പോൾ ഈ എ ഈക്വൽ ടു 10 അല്ലെങ്കിൽ ബി ഈക്വൽ ടു 5.9 എന്നൊക്കെ എഴുതി വയ്ക്കുന്നത് ഒരു പ്രോഗ്രാം റണ്ണ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കൊടുത്ത വാല്യൂ ആണ് അതൊക്കെ. ഇനി പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത്, അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്ത് തന്നെ യൂസർക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും, ഡാറ്റേനെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും, മെമ്മറിയിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഇൻപുട്ട്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. വി യൂസ് ദ ഓപ്പറേറ്റർ ഇൻപുട്ട്, അതായത് 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററിനെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് നോക്കിയേ, സ്ട്രീം ഒബ്ജക്റ്റ് ഉണ്ടാവും, 2 ഇൻപുട്ട് ഓപ്പറേറ്റർ ഉണ്ടാവും, വാരിയബിൾ ഉണ്ടാവും, സെമിക്കോളൻ. ഈ രീതിക്കാണ് നമ്മൾ എഴുതുക ഫോർമാറ്റ്. ഇനി എക്സാമ്പിൾ നോക്കിയേ, സി ഇൻപുട്ട് ഓപ്പറേറ്റർ നം അല്ലേ. എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുക. സി എന്ന് പറയുന്നത് ആണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സ്ട്രീം ഒബ്ജക്റ്റ്. സീൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു വാരിയബിളിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡാറ്റേനെ കൊടുക്കുന്നത്. അതായത് സീൻ ഇൻപുട്ട് ഓപ്പറേറ്റർ നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസറിന് ഒരു വാല്യൂ കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പം ഞാൻ 10 എന്നടിച്ചു കഴിഞ്ഞാൽ ആ 10 ഇതിലേക്ക് കയറും, നം എന്ന് പറയുന്ന വാരിയബിളിലേക്ക് ഇൻപുട്ടാവും. അപ്പോൾ ഈ സീൻ നം എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ഇമ്പോർട്ടൻറ്റ്. സീൻ എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, നമ്മൾ ഇൻപുട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രീം ഒബ്ജക്റ്റാണ് സീൻ എന്ന് പറയുന്നത്. അപ്പോൾ സീൻ ഇൻപുട്ട് ഓപ്പറേറ്റർ വാരിയബിളിൻ്റെ പേര് കൊടുക്കുക. എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, നം എന്നാണെങ്കിൽ നം. അപ്പോൾ അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ കമ്പൈലർ യൂസറിനൊരു ഓപ്ഷൻ തരികയാണ്. ആ നം എന്ന് പറയുന്ന വാരിയബിളിലേക്ക് നമുക്ക് യൂസറിന് ഒരു ഡാറ്റ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഡാറ്റ ആയിരിക്കും നമ്മിൽ സ്റ്റോർഡ് ആവുക. അപ്പോൾ ഇതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സ്ട്രീം ഒബ്ജക്റ്റും ഈ ഇൻപുട്ട് ഓപ്പറേറ്ററുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ എന്ത് പറയും, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ഇനി നെക്സ്റ്റാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിന് മുന്നേ നമ്മൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്താണെന്ന് പറയണം. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചതാണ് അല്ലേ. 2 ലെസ് ദാൻ സിമ്പിൾ ഒരുമിച്ച് എഴുതുന്നതിനെയാണ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുക. പുട്ട് ടു അല്ലെങ്കിൽ ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇറ്റ് മേക്സ് ദ റിസൾട്ട്സ് അവൈലബിൾ ടു ദ യൂസർ ത്രൂ എനി ഔട്ട്പുട്ട് ഡിവൈസസ്. അതായത് എന്താണോ നമ്മളുടെ റിസൾട്ട് അതിനെ നമുക്ക്, അതായത് യൂസറിന് അവൈലബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയാം. വി യൂസ് ദ ഓപ്പറേറ്റർ പുട്ട് ടു ഓർ ഇൻസേർഷൻ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ 2 ലെസ് ദാൻ സിമ്പിളാണ്.
ഇനി സിൻടാക്സ് എന്താ നോക്കുക. സ്ട്രീം ഒബ്ജക്റ്റ് ലെസ് ദാൻ സിമ്പിൾ ഡാറ്റ. അപ്പോൾ ഔട്ട്പുട്ട് നോക്കിയേ, സി ഔട്ട് നം, സി ഔട്ട് ഹലോ, കണ്ടോ. അപ്പോൾ ഔട്ട്പുട്ട് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക, സി ഔട്ട്. ഇൻപുട്ട് ചെയ്യാൻ എന്താ യൂസ് ചെയ്യുക, സി ഇൻ. അതെപ്പോഴും തെറ്റരുത്. സി ഇൻ 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ, അതാണ് ഇൻപുട്ടിന് യൂസ് ചെയ്യുന്നത്. സി ഔട്ട് 2 ലെസ് ദാൻ സിമ്പിളാണ് നമ്മൾ ഔട്ട്പുട്ടിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കുക. സി ഔട്ട് നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നം എന്ന് പറയുന്ന വാരിയബിളിലുള്ള ഡാറ്റ അല്ലെങ്കിൽ വാല്യൂ എന്താണോ അതിനെ നമുക്ക് ആ ഒരു റിസൾട്ടിനെ നമുക്ക് കാണിച്ചു തരും, ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അതാണ് സി ഔട്ട് നം എന്ന് എഴുതുന്നതിലെ പ്രത്യേകത. ഇപ്പോൾ നമ്മിൻ്റെ ഉള്ളിലുള്ള വാല്യൂ 10 ആണെന്ന് വയ്ക്കുക. അപ്പോൾ സി ഔട്ട് നം എന്ന് എഴുതിയാൽ നമുക്ക് എന്താ വാല്യൂ കാണാൻ പറ്റുക, 10 കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയാൽ സി ഔട്ട് ഡബിൾ കോട്ട്സിൽ ഹലോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹലോ എന്നായിരിക്കും. കാരണം ഈ ഡബിൾ കോട്ട്സിൽ നമ്മൾ എന്തോ എഴുതുന്നോ, സി ഔട്ടിൽ എന്തെഴുതുന്നോ അത് അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ 2 രീതിയിലാണ് സി ഔട്ടിൽ നമ്മൾ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഒന്ന് ഒരു വാരിയബിൾ തന്നിട്ട് അതിൻ്റെ വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിൽ ആ ഒരു സ്ട്രിങ്ങിനെ അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് പറയാനുള്ളത് കാസ്കേഡിങ് ഓഫ് IO ഓപ്പറേറ്റേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. ഈ കാസ്കേഡിംഗ് എന്ന് വെച്ചാൽ എന്താ, ഇവിടെ എന്താണെന്ന് പറയുന്നുണ്ട്. ദ മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് കാസ്കേഡിംഗ് ഓഫ് IO ഓപ്പറേറ്റേഴ്സ്. അതായത് ഇൻപുട്ട് ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പറേറ്ററോ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാസ്കേഡിംഗ് ഓഫ് IO ഓപ്പറേറ്റേഴ്സ്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് താഴെ. 3 വാരിയബിൾസ് എക്സ് വൈ സെഡ്, ഇതിനെയൊക്കെ നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. സിൻ എക്സ്, സിൻ വൈ, സിൻ സെഡ് അല്ലേ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ, എക്സിലേക്കൊരു വാല്യൂ കൊടുക്കാം, വൈയിലേക്കൊരു വാല്യൂ കൊടുക്കാം, സെഡിലേക്കൊരു വാല്യൂ കൊടുക്കാം. അപ്പോൾ ഈ 3 എണ്ണം ഒരുമിച്ച് ഇതുപോലെ 3 സ്റ്റേറ്റ്മെൻറ്റുകളാക്കി എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നമുക്കൊരൊറ്റ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എഴുതിയാൽ മതി. ഈ എക്സിനും വൈക്കും സെഡിനും ഒരുമിച്ച് വാല്യൂ കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ്, സിൻ ഇൻപുട്ട് ഓപ്പറേറ്റർ എക്സ്, ഇൻപുട്ട് ഓപ്പറേറ്റർ വൈ, ഇൻപുട്ട് ഓപ്പറേറ്റർ സെഡ്. അപ്പോൾ എന്താ, 3 ആളെയും ഒരുമിച്ചൊരു സിംഗിൾ ലൈനിൽ നമ്മൾ എഴുതി. അപ്പോൾ ഈ ഇൻപുട്ട് ഓപ്പറേറ്റർ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്ന പേരാണ് കാസ്കേഡിംഗ് ഓഫ് IO ഓപ്പറേറ്റേഴ്സ്.